നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണം എന്ന ഹൈക്കോടതിയുടെ ഉത്തരവിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്ന് ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഡൽഹിയിലായിരുന്ന KSRTC MD ടോമിൻ തച്ചങ്കരി ഇന്ന് തിരിച്ചെത്തും. ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇന്ന് KSRTC MD മന്ത്രിയെ കാണുന്നുണ്ട്. എപ്പോഴായിരിക്കും ഈ കൂടിക്കാഴ്ച? തീരുമാനം എപ്പോൾ പ്രതീക്ഷിക്കാം? നിലവിൽ കൂടിക്കാഴ്ച ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. പക്ഷേ നിലവിൽ ഒരു ആശയവിനിമയമായിരിക്കും ഇതിൽ നടക്കാൻ സാധ്യത. എന്തായാലും കോടതി വിധി നടപ്പാക്കിയേ മതിയാകൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് KSRTCയും സർക്കാരും. ഇപ്പോൾ സർക്കാർ നിലപാട് എത്രയും പേരെ ഒന്നിച്ച് പിരിച്ചുവിടേണ്ടതില്ല എന്നുള്ളതാണെങ്കിൽ പോലും കോടതിയുമായി ഒരു പരസ്യ ഏറ്റുമുട്ടൽ വേണ്ട എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ്. കൂടാതെ ഈ ഏകദേശം 4000-ഓളം വരുന്ന താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നുള്ള അന്ത്യശാസനം ഹൈക്കോടതി നൽകി കഴിഞ്ഞു. ഇതിനെതിരെ, ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ നിലവിൽ ഒരു സാധ്യതയില്ല. കാരണം ഇപ്പോൾ കോടതി അവധിയിലാണ്. ജനുവരി 2 മാത്രമേ കോടതി വീണ്ടും തുറക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഇതിനു മുൻപ്, അതായത് 17-ാം തീയതിക്ക് മുൻപ് ഹൈക്കോടതി വിധി നടപ്പാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ KSRTCയും ഗതാഗത വകുപ്പും. 4000-ഓളം പേരെ ഒന്നിച്ച് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ നിരവധി ബുദ്ധിമുട്ടുകൾ KSRTCക്ക് നേരിടേണ്ടി വരും. ഏകദേശം 1500-ഓളം അധികം പേർ ഇപ്പോൾ വടക്കൻ ജില്ലകളിലാണ് ഈ എംപാനൽ ജീവനക്കാർ കൂടുതൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് പിരിച്ചുവിടുകയാണെങ്കിൽ KSRTCയിലെ സ്ഥിരം ജീവനക്കാരിൽ 1500-ഓളം പേരെ ആദ്യം പുനർവിന്യസിക്കേണ്ടി വരും. പുതുതായി 4016 പേരെയാണ് PSC അഡ്വൈസ് മെമ്മോ നൽകിയ അവരെ എടുക്കേണ്ടത്. അവരെ ഒന്നിച്ചെടുത്താൽ ഉടൻ അവരെ ജോലിക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് ആദ്യം കണ്ടക്ടർ ലൈസൻസ് എടുപ്പിക്കണം. അതിനുശേഷം ട്രെയിനിങ്ങുകൾ നൽകിയതിനു ശേഷം മാത്രമേ അവർക്ക് ജോലി നൽകാൻ കഴിയൂ. ഇതിനിടെ മറ്റൊരു പ്രതിസന്ധി ഉള്ളത്, ഈ ഹൈക്കോടതി വിധി അന്തിമ വിധിയല്ല. കൂടാതെ എംപാനൽ ജീവനക്കാർക്ക് പറയാനുള്ള കാര്യം ഹൈക്കോടതി കേട്ടിട്ടില്ല. അവർ ഈ കേസിൽ കക്ഷിയല്ല. ഒരുപക്ഷെ അവർ ഈ വിധിക്കെതിരെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റൊരു അന്തിമ വിധിക്ക് ഉള്ള സാധ്യതയുമുണ്ട്. അതുകൂടാതെ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വീണ്ടും തുറക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ച് സുപ്രീം കോടതിയിൽ മറ്റൊരു ഹർജി നൽകാനും ഇപ്പോൾ ആലോചനയുണ്ട്. എന്തായാലും തിങ്കളാഴ്ച മുതൽ ഒരുപക്ഷെ KSRTCയുടെ എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്തരമൊരു നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ ഒരു ധാരണയും. ജോയ്, KSRTCയിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണം എന്ന ഹൈക്കോടതിയുടെ ഉത്തരവിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും. ഡൽഹിയിലായിരുന്ന KSRTC MD ടോമിൻ തച്ചങ്കരി ഇന്ന് തിരിച്ചെത്തും. അദ്ദേഹം ഗതാഗത മന്ത്രിയുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോകുക എന്ന വിവരമാണ് ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തീരുമാനിക്കാനായി KPCC നേതൃയോഗങ്ങൾ ഇന്ന് നടക്കും. പുനഃസംഘടനയും തർക്കങ്ങളും വോട്ടർ പട്ടികയും അടക്കം വിശദമായ റിപ്പോർട്ടുമായി യോഗത്തിലെത്താനാണ് KPCC അധ്യക്ഷന്റെ നിർദ്ദേശം. പുനഃസംഘടനാ തർക്കങ്ങളും അവയ്ക്ക് കണ്ടെത്തിയ പരിഹാരങ്ങളും അടക്കമുള്ള റിപ്പോർട്ടാണ് DCC അധ്യക്ഷന്മാരോടും ജില്ലാ കൺവീനർമാരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, ഇന്ന് പ്രധാനപ്പെട്ട യോഗങ്ങൾ, ആ യോഗങ്ങൾ ഏതൊക്കെ സമയങ്ങളിലായിരിക്കും നടക്കുക? ഒപ്പം തന്നെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആ റിപ്പോർട്ടുകളെല്ലാം ഏതു തരത്തിലായിരിക്കും വിശകലനം ചെയ്യുക? വിവരങ്ങൾ. ജോയി, പ്രധാനമായും 2 യോഗങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് രാവിലെ DCC അധ്യക്ഷന്മാരുടെയും ജില്ലാ ചുമതലയുള്ള KPCC ഭാരവാഹികളുടെയും ഓരോ ലോക്സഭാ മണ്ഡലം ചുമതലയുള്ള ഭാരവാഹികളുടെയും യോഗമാണ് നടക്കുന്നത്. വൈകുന്നേരമാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം നടക്കുന്നത്. രാവിലത്തെ യോഗത്തിൽ വരുമ്പോൾ DCC പ്രസിഡന്റുമാരോടും ജില്ലാ ചുമതലയുള്ളവരോടും പറഞ്ഞിരിക്കുന്നത് ആ ജില്ലയെ സംബന്ധിച്ച പുനഃസംഘടന സംബന്ധിച്ച മണ്ഡലം ബ്ലോക്ക് തലത്തിലെ പുനഃസംഘടന സംബന്ധിച്ച പൂർണ്ണമായ റിപ്പോർട്ടുകൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഓരോ മണ്ഡലം തിരിച്ച് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരുടെ ലിസ്റ്റ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലും മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ വേണം. അങ്ങനെ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള തർക്കങ്ങൾ, അതോടൊപ്പം തന്നെ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇതെല്ലാം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സഹിതമാണ് ഓരോ DCC അധ്യക്ഷന്മാരോടും എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയെ താഴെ തരത്തിൽ പരമാവധി പുനഃസംഘടിപ്പിക്കുക, പരമാവധി ശക്തിപ്പെടുത്തുക, ഇതിനുവേണ്ടിയുള്ള തിരുത്തലുകൾ വരുത്തുക, ഇതിനു വേണ്ടിയുള്ള തീരുമാനങ്ങളാവും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് പൊതുവായ ഒരു തീരുമാനം എന്നതിനപ്പുറത്തേക്ക് ഓരോ സ്ഥലത്തെയും പ്രത്യേകമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് മുന്നിൽ പ്രധാനമായും 2 അജണ്ടയാണുള്ളത്. ഒന്ന്, ശബരിമല വിഷയത്തിൽ ഏത് തരത്തിലുള്ള തുടർ സമരവുമായി മുന്നോട്ട് പോകണം. രണ്ടാമത്തെ വിഷയം ജനുവരി 1 വനിതാ മതിലാണ്. ഈ വനിതാ മതിലിനെതിരെയുള്ള പ്രചരണം ഏത് തരത്തിൽ നടത്തണം. ഈ 2 വിഷയങ്ങളിലും ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കങ്ങളുടെ പൊതുവായ ചർച്ചകളും ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ നടക്കും. വിവരങ്ങൾ KPCC നേതൃയോഗം ഇന്ന് നടക്കുന്നു. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബു നൽകിയത്. ശരണവഴി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. ഇന്നലെ മാത്രം 79,000-ത്തിലധികം ആളുകളാണ് ദർശനത്തിനെത്തിയത്. ഇന്ന് രാവിലെ 8 മണിക്കുള്ളിൽ തന്നെ 30,000-ത്തോളം ആളുകൾ മല ചവിട്ടി. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല സന്നിധാനത്ത് വാവര് നടയ്ക്ക് സമീപമുള്ള ബാരിക്കേഡുകൾ പോലീസ് ഭാഗികമായി നീക്കി. ഇവിടെ ഇൻഗ്രസ് ബാക്കി ഇവിടെ ലോവർ തിരുമുട്ടം ഭാഗിലേക്ക് നെയ്ഭിഷേകത്തിന് വേണ്ടി 3 മണി മുതൽ 11:30 മണി വരെ ഇവിടെ അതുണ്ടാവും, ഇൻഗ്രസ് ഉണ്ടാവും. അതിന് നെയ്ഭിഷേകം എല്ലാവർക്കും അതിന് കാരണം ഇന്ന് ക്രൗഡും കൂടിയത് ഏകദേശം 80,000+ ഇന്ന് ക്രൗഡായിരുന്നു. അതിന് ഭാഗമായിട്ട് ഹൈക്കോടതിന് ഉത്തരവുണ്ടായിരുന്നു. ഈ സ്ഥലം അതിന് കൊടുത്തു. അത് നോക്കട്ടെ ക്രൗഡ് മാനേജ്മെന്റിൽ അത് എന്ന് വന്നാൽ ആ സമയത്ത് തന്നെ നോക്കാം. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം ഇന്നലെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. ഇന്ന് രാവിലെയും ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ തിരക്ക് കൂടുതലായുണ്ട്. പ്രത്യേകിച്ചും നിയന്ത്രണങ്ങളെല്ലാം നീക്കിയ സാഹചര്യത്തിൽ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായും ജോയി, തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ച തന്നെയാണ് ഇന്നും നൽകാനുള്ളത്. ഒരുപക്ഷെ ഈ ഒരു സീസണിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടിരുന്നത്. 79,000-ൽ പരം ആളുകൾ, 79,200-ഓളം പേരാണ് ഇന്നലെ സന്നിധാനത്ത് ദർശനത്തിനായി പോയത്. ഇന്നും രാവിലെ ഏതാണ്ട് അതേ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. 8 മണി വരെയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം 29,547 പേരാണ് സന്നിധാനത്തേക്ക് പോയത്. ഇന്നലത്തെ അപേക്ഷിച്ച് 1000 പേർ അധികമായി ഇന്ന് ഈ ഒരു സമയത്ത് കണക്ക് വെച്ച് നോക്കിയാൽ പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ KSRTC അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡും ഇന്നലെ KSRTCക്ക് ഉണ്ടായി. 50 ലക്ഷം കടന്നിരിക്കുന്നു. 51,28,840 രൂപയാണ് ഇന്നലെ KSRTCക്ക് വരവ്, നിലയ്ക്കൽ പമ്പ സർവീസിൽ നിന്നും വരവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജോയി സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അത് നിർദ്ദേശം വന്നിട്ട് 2 ദിവസമായി. പക്ഷേ ആ ഒരു ഓർഡർ കയ്യിൽ ലഭിക്കുക, DGPയുടെ ഉത്തരവും മറ്റും ലഭിക്കുക, ഇതിനുവേണ്ടി പോലീസ് കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി സന്നിധാനത്തെ ബാരിക്കേഡുകൾ ഭാഗികമായി നീക്കം ചെയ്തിട്ടുണ്ട്. തെക്കേ നടയിലും ഒപ്പം തന്നെ വാവര് നടയ്ക്ക് സമീപമുള്ള ഒരു ബാരിക്കേഡുമാണ്. പൂർണ്ണ നിയന്ത്രണം മാറ്റി എന്നല്ല അതിനർത്ഥം, ചില ബാരിക്കേഡുകൾ മാറ്റിയിട്ടുണ്ട്. തിരക്ക് കൂടുന്നതിനനുസരിച്ച് വീണ്ടും ഇക്കാര്യത്തിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകും. ഇന്നലെ രാത്രി സാധാരണ കിടക്കാൻ അനുവദിക്കുന്നതിനപ്പുറത്തേക്കുള്ള ചില സ്ഥലങ്ങളിലും ഭക്തർക്ക് തിരക്ക് കൂടുതലായതിന് കാരണം വിശ്രമിക്കുന്നതിനുള്ള അവസരമുണ്ടായി. രാവിലെ 11:30 വരെ അവിടെ സന്നിധാനത്ത് തങ്ങുന്നതിനുള്ള അനുമതിയും പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും തിരക്ക് കൂടുകയാണ്. ഇന്നും ഒരുപക്ഷെ ഇന്നലത്തെ അത്രത്തോളം അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള തിരക്കുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ സാധാരണ നിലയിൽ ശബരിമലയിൽ തിരക്കുള്ളതാണ്. ആ ഒരു തിരക്ക് ഈ ഒരു സീസണിൽ വീണ്ടും ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ ഒരു കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോയ്, ശ്രീജിത്ത്, ഈ തിരക്ക് കൂടി വരുന്നൊരു സാഹചര്യത്തിൽ അവിടെയുള്ള സംവിധാനങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് പോലീസ് ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്? ഒപ്പം തന്നെ കൂടുതലായി മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരാണോ കൂടുതലായി എത്തുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ തന്നെയാണ് കൂടുതലായി എത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപൂർവം മലയാളികൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അന്യ സംസ്ഥാനത്തു നിന്നുള്ള, പ്രത്യേകിച്ച് ആന്ധ്ര, തമിഴ്നാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ തന്നെയാണ് വലിയ തോതിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾ എത്തുന്നുണ്ട്, പക്ഷേ ഒരു വലിയ തിരക്ക് അവിടെ മലയാളികളുടെ കാര്യത്തിൽ കാണാനില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് നിയന്ത്രണങ്ങളിൽ നേരത്തെ തന്നെ മരക്കൂട്ടം കടത്തി വിടരുത്, രാത്രി 12 മണിക്ക് ശേഷം കടത്തി വിടരുത് എന്ന കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റിയിരുന്നു. ഹൈക്കോടതിയുടെ ശക്തമായ ഉത്തരവ് പ്രകാരമാണ് ബാരിക്കേഡുകൾ, സന്നിധാനത്തെ വാവര് നടയ്ക്ക് സമീപമുള്ള ബാരിക്കേഡുകൾ റീഅറേഞ്ച് ചെയ്യണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അത് ചിലത് മാറ്റണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതാണ് ഇന്നലെ രാത്രി ഏതാണ്ട്
1 മണിയോടുകൂടി പോലീസ് നടപ്പാക്കിയിരിക്കുന്നത്. എന്തായാലും നിയന്ത്രണങ്ങളിൽ വരുന്ന അയവ് അതല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ പലപ്പോഴും ഭക്തരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. പലയിടത്തും അനാവശ്യമായ ബാരിക്കേഡുകൾ സ്ഥാപിച്ചത് ഹൈക്കോടതിയുടെ നിരീക്ഷണ സമിതിക്ക് പോലും ബോധ്യമായ കാര്യമായിരുന്നു. അങ്ങനെ അതെല്ലാം നീക്കി ഒരു സുഗമമായ തീർത്ഥാടനത്തിലേക്ക് കാര്യങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങിയാണ്. നിലവിൽ അവിടെ എത്തുന്നവർക്ക് ദർശനത്തിന് യാതൊരു അതായത് ക്യൂ നിൽക്കേണ്ട, കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ക്യൂ നിൽക്കേണ്ട സാഹചര്യം. കാരണം അവിടെ ഭക്തരെ ആരെയും വിശ്രമിക്കാൻ പ്രത്യേകം സമയം നൽകാത്തതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ താമസിക്കാൻ സമയം നൽകാത്തതുകൊണ്ട് തന്നെ അവിടെ കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതി ഇല്ല. അതുകൊണ്ട് തന്നെ ഭക്തർക്ക്, മല ചവിട്ടുന്ന ഭക്തർക്ക് വേഗം തന്നെ ദർശനം നടത്താം. പക്ഷേ അവരെ അവിടെ അധിക സമയം തുടരാൻ അനുവദിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നെയ്യഭിഷേകത്തിനുള്ളവർക്കും പ്രത്യേക പൂജകൾക്കുള്ളവർക്കും തുടരാം, മറ്റുള്ളവർക്ക് അവിടെ അങ്ങനെ തുടരാൻ ആകാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തിരക്ക്, ആ നിലയിൽ സന്നിധാനത്തൊരു തിരക്ക് കാണുന്നില്ല. ജോയ്, തിരക്ക് വർദ്ധിക്കുന്നു. തിരക്ക് അനുസരിച്ച് നിയന്ത്രണങ്ങളിലും ഭാഗികമായ ഇളവ് സന്നിധാനത്തും ഒപ്പം തന്നെ പരിസരങ്ങളിലും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്. കർണാടകയിലെ ചാമരാജ നഗറിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 12 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. സുൽവാദി ഗ്രാമത്തിലെ മാരമ ക്ഷേത്രത്തിൽ നടന്ന പൂജാ കർമ്മങ്ങൾക്കൊടുവിൽ പ്രസാദം കഴിച്ചവർക്കായിരുന്നു വിഷബാധയേറ്റത്. ഭക്ഷണത്തിൽ വിഷം കലർത്തിയതാകാമെന്ന നിഗമനം പോലീസ് മുന്നോട്ട് വെക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. VS അനു ചേരുന്ന വിവരങ്ങളുമായി. അനു, ഒരു അട്ടിമറിയാണ് എന്ന സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. ചിലർ കസ്റ്റഡിയിലും ആയിട്ടുണ്ട്. അന്വേഷണം ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? ഈ അട്ടിമറിയുടെ ഒരു സാധ്യത എത്രത്തോളമാണ്? ജോയി, ഇന്നലെയായിരുന്നു കർണാടകയിലെ ചാമരാജ നഗറിലെ മാരേമ്മ ക്ഷേത്രത്തിൽ പ്രസാദം കഴിച്ച 12 പേർ മരിച്ചത്. ഇതിനെ തുടർന്ന് ഇന്നലെ തന്നെ ആശുപത്രി സന്ദർശിച്ച HD കുമാരസ്വാമി ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഏതാണ്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെത്തിയിട്ടുള്ളത്. ഇവരിൽ നിന്നും ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇതിനെ തുടർന്നുണ്ടായ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അട്ടിമറി നടന്നോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരു അട്ടിമറി സംശയം തന്നെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ അന്വേഷണം നടക്കുമെന്നും ഈ മരിച്ചവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായവും ഇപ്പോൾ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോയ്, വിവരങ്ങൾ നൽകിയത് VS അനു. ഇടവേള. വാർത്തകൾ തുടരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ തുടങ്ങും. ഇന്നലെ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. ലൈംഗിക ആരോപണ പരാതിയിൽ PK ശശിക്കെതിരെ സംസ്ഥാന കമ്മിറ്റി കൈക്കൊണ്ട നടപടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. ഇക്കാര്യത്തിൽ ചർച്ച ആവശ്യമെങ്കിൽ നാളെ നടക്കും. അശോക് ഗെഹ്ലോട്ടിനെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും സച്ചിൻ പൈലറ്റിനെ ഉപമുഖ്യമന്ത്രിയുമായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തു. അധികാര തർക്കത്തെ തുടർന്ന് രണ്ട് ദിവസത്തിൽ അധികം നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷമാണ് പ്രഖ്യാപനം. 3 സംസ്ഥാനങ്ങളിലും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. അനുഭവവും ഊർജ്ജസ്വലതയും ഒരുമിക്കുന്ന നേതൃത്വം. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച അശോക് ഗെഹ്ലോട്ടിനെയും സച്ചിൻ പൈലറ്റിനെയും ഒരുപോലെ പരിഗണിച്ച തീരുമാനത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശേഷണം ഇങ്ങനെയാണ്. Experience and dynamic leadership will come together in Rajasthan. 2.5 ദിവസം നീണ്ട മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷമുള്ള തീരുമാനം ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര നിരീക്ഷകൻ KC വേണുഗോപാൽ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും ഗെഹ്ലോട്ടും പൈലറ്റും പറഞ്ഞു. मैं वहाँ की जनता को, मतदाताओं को बहुत धन्यवाद देना चाहूंगा एक बार पुनः इस मौके पर. उन्होंने कोई कमी नहीं रखी सहयोग करने में, ये बात मैं कहना चाहता हूँ. മാലി വിഭാഗക്കാരനും ഭരണപരിചയമുള്ള നേതാവുമായ ഗെഹ്ലോട്ടിനെ തഴയാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തുടക്കം മുതലേ താൽപര്യമില്ലായിരുന്നു. 3-ൽ 2 MLAമാരുടെ പിന്തുണ കാട്ടി സമ്മർദ്ദം ചെലുത്തിയ സച്ചിൻ പൈലറ്റിനെ അനുനയിപ്പിക്കാനാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം. രാജസ്ഥാനിലെ ഐക്യത്തിന്റെ നിറങ്ങളെന്നാണ് ഇരുവർക്കുമൊപ്പമുള്ള ചിത്രം ട്വിറ്ററിൽ പങ്കുവച്ച് രാഹുൽ ഗാന്ധി നൽകിയ അടിക്കുറിപ്പ്. അതേസമയം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി കമൽനാഥിനെ ഗവർണർ ആനന്ദീബെൻ പട്ടേൽ നിയമിച്ചു. രാജസ്ഥാനിൽ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ 10:30-ക്കും മധ്യപ്രദേശിൽ 1:30-ക്കും ഛത്തീസ്ഗഡിൽ വൈകിട്ട് 4:30-ക്കും നടക്കും. പ്രതിപക്ഷ ഐക്യത്തിന്റെ ശക്തി പ്രകടന വേദിയാക്കി സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റാനാണ് കോൺഗ്രസ് നീക്കം. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചേക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന PCC അധ്യക്ഷൻ ഭൂപേഷ് ബാഗൽ, മുൻ പ്രതിപക്ഷ നേതാവ് TS സിംഗ്ദോ, പ്രമുഖ നേതാക്കളായ
താമ്ര ധ്വജ് സാധു, ചരൺദാസ് മദന്ത് എന്നിവരുമായി കോൺഗ്രസ് അധ്യക്ഷ രാഹുൽ ഗാന്ധി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. KP അഭിലാഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിലാഷ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ തീരുമാനമെടുത്തു. ഇനി അവശേഷിക്കുന്നത് ഛത്തീസ്ഗഡാണ്. എത്രത്തോളം ആ ഒരു തീരുമാനം വേഗത്തിൽ പ്രതീക്ഷിക്കാമോ, പ്രത്യേകിച്ചും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ? ജോയി, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉണ്ടായതുപോലെ ഒരു പ്രതിസന്ധി ഛത്തീസ്ഗഡ് യഥാർത്ഥത്തിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും നേതാക്കൾ തമ്മിലുള്ള വടംവലി എന്നത് പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരുന്നു. അണികൾ നേതാക്കൾക്ക് വേണ്ടി രംഗത്തെത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഛത്തീസ്ഗഡിൽ സാഹചര്യങ്ങൾ മറിച്ചാണ്. നേതാക്കൾ തമ്മിലുള്ള പോരല്ല, മറിച്ച് ഛത്തീസ്ഗഡ് സംസ്ഥാനം എന്നത് 15 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിന് അധികാരം ലഭിച്ചിരിക്കുന്നത്. രമൺ സിംഗിനെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായ ഒരു സംസ്ഥാനമായിരുന്നു. അവിടെ അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്ന പല പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാവോയിസ്റ്റുകൾക്കെതിരായ ഒരു ശക്തമായ നിലപാട് BJP സർക്കാരിന് സ്വീകരിക്കാൻ സാധിച്ചില്ല. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതുകൊണ്ട് തന്നെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, മാവോയിസ്റ്റുകൾക്കെതിരായി കൃത്യമായി നടപടിയെടുക്കുക, കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുക, ഇത്തരം കാര്യങ്ങളിൽ ഏത് നേതാവിനാണോ സജീവമായി പങ്കെടുക്കാൻ സാധിക്കുക അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, 17-ാം തീയതി തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്ത പശ്ചാത്തലത്തിൽ 17-ാം തീയതി വൈകിട്ട് 4:30 ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുക. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. വിവരങ്ങൾ നൽകിയത് KP അഭിലാഷ്. ഗോളിയൂർ രൂപതാ ബിഷപ്പ് മാർ തോമസ് തെന്നാട്ട് വാഹനാപകടത്തിൽ മരിച്ചു. രൂപതയുടെ കീഴിലുള്ള സ്കൂളുകളിലെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരികെ ബിഷപ്പ് ഹൌസിലേക്ക് പോകും വഴിയാണ് അപകടം. ഉടൻ തന്നെ അടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോട്ടയം അതിരൂപത അംഗവും ഏറ്റുമാനൂർ സെന്റ് ജോസഫ്സ് കാനായ കത്തോലിക്ക ഇടവക അംഗവുമാണ്. 2016 ഒക്ടോബർ 18-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ തോമസ് തെന്നാട്ടിനെ ഗോളിയൂർ രൂപതാ ബിഷപ്പായി നിയമിച്ചത്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെ ഇന്ന് രാജിവെക്കും. പാർലമെന്റ് പിരിച്ചുവിട്ട ലങ്കൻ പ്രസിഡന്റിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധം എന്ന സുപ്രീംകോടതി നിരീക്ഷണത്തിന്റെ പിന്നാലെയാണ് രജപക്സ രാജിവെക്കുന്നത്. പുതിയ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. തർക്കസ്ഥാനത്ത് നിന്ന് മഹിന്ദ രജപക്സ ഇന്ന് രാജിവെക്കുമെന്ന വിവരം മകൻ നമൽ രജപക്സെയാണ് പുറത്തുവിട്ടത്. രാഷ്ട്രത്തിന്റെ സ്ഥിരത ഉറപ്പുവരുത്താനാണ് രാജിയെന്നും മകൻ ട്വീറ്റ് ചെയ്തു. രാജ്യത്തെ അഭിസംബോധന ചെയ്ത ശേഷമായിരിക്കും രജപക്സ രാജി പ്രഖ്യാപിക്കുക. പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് രജപക്സ രാജി തീരുമാനത്തിലെത്തിയത്. പുതിയ പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും തിങ്കളാഴ്ച പ്രഖ്യാപിക്കുമെന്ന് സിരിസേന അറിയിച്ചു. വിക്രമസിംഗയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റ് പിരിച്ചുവിട്ട പ്രസിഡന്റിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചതിന് പിന്നാലെയാണ് രജപക്സയ്ക്ക് രാജിയല്ലാതെ മറ്റു മാർഗമില്ലാതായത്. പ്രധാനമന്ത്രിയായിരുന്ന റെനിൽ വിക്രമസിംഗയെ പുറത്താക്കി രാജ്യത്തെ ഭരണപ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടെന്ന കോടതി നിരീക്ഷണം സിരിസേനയ്ക്കും രജപക്സയ്ക്കും വൻ തിരിച്ചടിയാണുണ്ടാക്കിയത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 26-നാണ് വിക്രമസിംഗയെ പുറത്താക്കിയത്. സിരിസേന ജനുവരി 5-ന് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ലങ്കൻ സുപ്രീംകോടതി റദ്ദാക്കി. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷവും സഭയിൽ വിക്രമസിംഗെ ഭൂരിപക്ഷം തെളിയിച്ചിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി ലങ്ക കടുത്ത ഭരണ പ്രതിസന്ധിയിലായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി വേറെയും. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഒഡിയൻ സിനിമയ്ക്ക് എതിരായി ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളെ വിമർശിച്ച് സംവിധായകൻ ശ്രീകുമാർ മേനോൻ. സിനിമ കാണാത്തവരാണ് വിമർശനങ്ങൾക്ക് പിന്നിൽ. അനാരോഗ്യകരമായ വിമർശനങ്ങളെ ഗൗരവമായി കാണുന്നില്ല. തളരാതെ മുന്നോട്ട് നീങ്ങുമെന്നും ശ്രീകുമാർ മേനോൻ പറഞ്ഞു. പ്രമുഖ കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണയുടെ കച്ചേരി ഇന്ന് തിരുവനന്തപുരത്ത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കുന്നതിനായി കേരള സർവകലാശാല ജീവനക്കാരുടെ യൂണിയനുകളാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വൈകിട്ട് 5-ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ B. അജയന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. തിരുവനന്തപുരത്തെ പൊതുദർശനത്തിന് ശേഷം ജന്മനാട്ടിലാണ് സംസ്കാരം. ഖാനയിലെ ലഗൂൺ സർവകലാശാലയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമ നീക്കം ചെയ്തു. 2 വർഷം മുമ്പ് പ്രണബ് മുഖർജി അനാച്ഛാദനം ചെയ്ത പ്രതിമയാണ് അധികൃതർ നീക്കം ചെയ്തത്. ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരോട് വംശീയ വിവേചനം കാണിച്ചു എന്ന ആക്ഷേപങ്ങളെ തുടർന്നാണ് നടപടി. വൈറ്റ് ഹൌസ് ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് സ്ഥാനത്തേക്ക് മിക്
മുൽവാനിയെ നിയമിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ചീഫ് ഓഫ് സ്റ്റാഫ് സ്ഥാനത്ത് നിന്ന് ജനറൽ ജോൺ കെല്ലി മാസാവസാനത്തോടെ പദവി വിടുന്നതിനാലാണ് മിക്കിന്റെ നിയമനം. അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകളെ ഭയന്ന് ടൂറിസം മേഖല. 7 ദിവസം കൊണ്ട് നഷ്ടം കോടികൾ. വിദേശ സഞ്ചാരികളടക്കം എത്തിയിട്ടും പലരും കപ്പലുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതായി ടൂർ ഓപ്പറേറ്റർമാർ വ്യക്തമാക്കുന്നു. കായൽ ടൂറിസം രംഗത്തും വൻ തിരിച്ചടിയാണ് ഹർത്താൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ സീസൺ തീരെ പോയി. അടിക്കടി വരുന്ന ഹർത്താലുകളും പ്രയാസങ്ങളാണ് നമുക്ക് വരുന്നത്. ഇവിടെ വന്നാൽ കംഫർട്ട് അല്ലെന്നൊരു തോന്നൽ ഗസ്റ്റ് ഉണ്ട്. അത് കാരണം ഇങ്ങോട്ട് ആൾ വരുന്നില്ല. ഇപ്പോൾ ആകെ നാശമായി കിടക്കും. ഇവിടെ ഒരു ഗസ്റ്റ് പോലും വരുന്നില്ല. ആകെ 10 വള്ളങ്ങൾ ഓടുന്ന ദിവസങ്ങളുണ്ട്. ശരിക്കും 6 ദിവസം 7 ദിവസം ഓരോരുത്തർ ഓടിയിട്ട് ഇവിടെ ഓട്ടം എന്ന് പറയുന്ന സാധനമില്ല. ഈ ഡിസംബറിൽ എന്തായാലും വന്നാലും മാത്രമേ ഈ സീസൺ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. പ്രളയം 100 കോടിയുടെ നഷ്ടമാണ് ആലപ്പുഴയിലെ കായൽ ടൂറിസം രംഗത്തുണ്ടാക്കിയതെങ്കിൽ സ്ഥിതിഗതികൾ അല്പം മാറി വന്നപ്പോഴാണ് പുതിയ പ്രതിസന്ധി ഹർത്താലുകളുടെ രൂപത്തിൽ മേഖലയെ ബാധിക്കുന്നത്. മുൻ വർഷങ്ങളിൽ വിദേശ സഞ്ചാരികളെ കൊണ്ട് തിരക്കേറിയ ഡിസംബർ സീസൺ ഇത്തവണ ശുഷ്കം. 7 ദിനം കൂടി ഹർത്താലുകളിൽ മുങ്ങിയപ്പോൾ ടൂറിസം രംഗത്ത് നഷ്ടം കോടികൾ. ഹർത്താൽ ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിച്ചത് ടൂർ പാക്കേജുകളെയാണ്. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട ഷെഡ്യൂളുകളെല്ലാം തന്നെ അവതാളത്തിലായി. കാര്യം ഇവരെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്കൽ ലീഡേഴ്സും ദേ ഹാവ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ് നോട്ട് ടു കണ്ടിന്യൂസ്ലി കോൾ ഫോർ ദ സ്ട്രൈക്ക്. കപ്പലുകളിൽ നിന്ന് പുറത്തിറക്കുന്നതിന് മുൻപേ തന്നെ ഹർത്താലുകളെക്കുറിച്ച് വിവരണം നടത്തി സഞ്ചാരികളെ ബോധവൽക്കരിക്കേണ്ടി വരുന്നത് തന്നെ ടൂറിസം മേഖലയിൽ വലിയ അപമതിപ്പാണ് ഉണ്ടാക്കുന്നത്. ആദ്യം പ്രളയം, പിന്നെ അടിക്കടി ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ഹർത്താലുകൾ. കേരളം സഞ്ചാരികൾക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഇടമെന്ന അപകടകരമായ സന്ദേശമാണ് പുറം ലോകത്തേക്ക് എത്തുന്നത്. ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ക്യാമറമാൻ കണ്ണൻ പ്രസേനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.